بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ചില സ്വഹാബത്തിന്റെ ഖബറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇറങ്ങുകയും ആ ഖബറുകളിൽ നിബിതങ്ങൾ ചെരിഞ്ഞു കിടക്കുകയും ചെയ്ത സംഭവം ഹദീസുകളിൽ കാണാൻ കഴിയും. നിബിതങ്ങൾ ഏറെ കടപ്പെട്ടിട്ടുള്ള, നിബിതങ്ങൾക്കേറെ കടപ്പാടുള്ള, നിബിതങ്ങൾ വളരെയധികം സ്നേഹിച്ചിരുന്ന മഹത്തുക്കളായ സ്വഹാബത്തിന്റെ ഖബറിലാണ് നിബിതങ്ങൾ അങ്ങനെ ചെയ്തിട്ടുള്ളത്. ആ കൂട്ടത്തിൽ വളരെ പ്രമുഖയായ സ്വഹാബി വനിതയാണ് മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹ. മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ്. അല്ലാഹുവിന്റെ റസൂല് ഉമ്മയെന്ന് വിളിച്ചിരുന്ന മഹദിയാണ്. വഫാത്തായ സന്ദർഭത്തിൽ നിബിതങ്ങൾ ദുആ ചെയ്തത് അല്ലാഹുമ്മ ഗ്ഫിർലി ഉമ്മി എന്നാണ്. ലമ്മാ മാതത്ത് ഫാത്തിമത്തു ഉമ്മി അലിയിൻ റളിയല്ലാഹു അൻഹുമാ അൽബസഹ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖമീസ വൽതജാ മാഹാ ഫീ ഖബരിഹാ. മഹദി വഫാത്തായപ്പോൾ പതിവിന് വിപരീതമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ ശരീരത്തിൽ ധരിച്ചിരുന്ന ഖമീസ് മഹദിയെ പുതപ്പിച്ചു. മഹദി കിടക്കുന്ന ഖബറിൽ നിബിതങ്ങൾ ചെരിഞ്ഞു കിടക്കുകയും ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനം നിബിതങ്ങളിൽ നിന്ന് സ്വഹാബത്ത് കണ്ടപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, മാ റഅയ്നാക യാ റസൂലല്ലാഹ് സനഅത ഹാദാ. മറ്റു പല സ്വഹാബത്തും വഫാത്തായി പോയിട്ടുണ്ട്, അപ്പോഴൊന്നും ചെയ്യാത്ത ഈ പ്രവൃത്തി എന്താണ് നിബിതങ്ങളെ അവിടുന്ന് ചെയ്യുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന്റെ മറുപടി പറഞ്ഞു, ഇന്നമാ അൽബസ്തുഹാ ഖമീസി ഉരീദു അല്ലാ തമസ്സഹൻ നാർ. ഞാൻ എന്റെ ഖമീസ് എന്റെ ഉമ്മയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയെ പുതപ്പിച്ചത്, അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് അതിന്റെ ബർക്കത്ത് കൊണ്ട് മഹദിയെ നരകം സ്പർശിക്കാതിരിക്കലാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തിൽ സ്പർശിച്ച ഖമീസ്, അത് സ്പർശിച്ച ശരീരം നരകത്തിൽ കടക്കുകയില്ലെന്ന് നിബിതങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. ഒന്നും അവിടുന്ന് പറഞ്ഞു, മഹാന്മാര് പറയാണ്, അള്ളാന്റെ റസൂല് അവിടുന്ന് പറയുന്നു, വൽതജഅതു മാഹാ, ഞാൻ മഹദിയുടെ കൂടെ ഖബറിൽ ചെരിഞ്ഞു കിടക്കുന്നത് ഖബറിലെ അദാബിനെ തൊട്ട്, ഖബറിലെ ഇടുക്കത്തെ തൊട്ട് മഹദി രക്ഷപ്പെടാൻ വേണ്ടിയാണ്. അള്ളാന്റെ റസൂലിന്റെ ഷറഫാക്കപ്പെട്ട ശരീരം സ്പർശിച്ച ആ മണ്ണൊരിക്കലും അതിൽ കിടക്കുന്ന മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയെ ഇടുക്കിക്കളയുകയില്ല. വഖദ് സലിമത്ത് ഫാത്തിമത്തു ബിൻത് അസദിൻ മിൻ ലഖ്തത്തിൽ ഖബരി ബിബറകതിഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൈസു ഇൽതജഅ അലൈഹി ഫി ഖബരിഹാ. മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹ ഖബറിലെ ഇടുക്കത്തോട് രക്ഷപ്പെട്ട മഹദിയാണ്. അതിന് കാരണം അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട ശരീരം ആ ഖബറിൽ സ്പർശിച്ചിട്ടുണ്ട്. അതിന്റെ ബർക്കത്ത് കൊണ്ട് ഖബർ ഒരിക്കലും മഹദി ഇടുക്കിക്കളയുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആസാറ് കൊണ്ട് ബർക്കത്തെടുത്ത എത്രയോ സംഭവങ്ങൾ ഹദീസുകളിലുണ്ട്. ഈ ഹദീസിൽ നിബിതങ്ങൾ അവിടുന്ന് ധരിച്ച ഖമീസിനും അവിടുത്തെ ശരീരത്തിനും ബർക്കത്തുണ്ട് എന്ന് സ്വഹാബത്തിനെ പഠിപ്പിക്കുക കൂടിയായിരുന്നു ചെയ്തിരുന്നത്. അല്ലാഹു മഹദിയായ ഫാത്തിമ ബിൻത് അസദ് റളിയല്ലാഹു അൻഹയുടെ ബർക്കത്ത് കൊണ്ട് നമ്മയൊക്കെ അവിടുത്തെ മുഹിബ്ബീങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അസ്സലാമു അലൈക്കും.